ഗുഡ് ഡേ ഡിയർ ആസ്പിറൻസ്. എൻ്റെ പേര് ആതിര. ഏവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമുക്കറിയാം വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ് അല്ലേ. സോ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് ചോദിച്ചിട്ടുള്ള മുൻവർഷ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മാരത്തൺ സെക്ഷനാണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഫിസിക്സിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ടോപ്പിക്സും കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മാരത്തൺ ചെയ്യുന്നത്. സോ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക. സോ വിത്തൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? അപ്പം ഒപ്റ്റിക്കൽ ഫൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഈ ചോദിച്ചിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ഈ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് ഒരു കേബിളാണ് കേട്ടോ. അപ്പൊ ഈ ഒരു കേബിളിലൂടെ പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം പൂർണ്ണാന്തര പ്രതിഫലനം. പൂർണ്ണാന്തര പ്രതിഫലനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്നും അതിന്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഒപ്റ്റിക്കൽ ഫൈബറുമായി ചോദിച്ചിട്ടുള്ള മറ്റൊരു മുൻവർഷ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പിതാവ്. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പിതാവ് അല്ലെങ്കിൽ ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ എന്ന പദം ഉപയോഗിച്ചത്, അല്ലെങ്കിൽ ചോദിക്കാം ഒപ്റ്റിക്കൽ ഫൈബർ എന്ന പദം രണ്ടും ഒരാളാണ് കേട്ടോ. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ഒപ്റ്റിക്കൽ ഫൈബർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും. ഇതൊരു മുൻവർഷ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡിഗ്രി ലെവൽ എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പിതാവ് ആരാണ്? ഒപ്റ്റിക്കൽ ഫൈബർ എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് നരേന്ദർ സിംഗ് കപാനി. ഓർത്തു വെക്കണം, നരേന്ദർ സിംഗ് കപാനിയാണ് ആദ്യമായി ഒപ്റ്റിക്കൽ ഫൈബർ എന്ന പദം ഉപയോഗിച്ചത്. അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് നരേന്ദർ സിംഗ് കപാനിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ. അപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു കേബിളാണ്. അത് നമ്മളിതാ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കേബിൾ വയറാണ്. അപ്പൊ ഈ ഒരു കേബിൾ വയറിന്റെ കേസിൽ 3 ഭാഗങ്ങൾ ഇതിനുണ്ട്. ആദ്യം നമ്മൾ ഈ വയർ നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കും കോറ്. എന്ന് വിളിക്കും കോർ. നമുക്ക് വിളിക്കാം കോർ. ഇതിന്റെ പുറത്ത്, അതായത് നമ്മൾ ഈ വയറെടുത്ത് നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കുമ്പം ആദ്യം ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ലെയറാണ് കോറ്. ഇനി ഇതിന്റെ മുകളിലായിട്ട് മറ്റൊരു ലെയർ കാണും. ഈ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നോക്കി, ഈ ലെയറിനെ വിളിക്കുന്ന പേരാണ് ക്ലാഡിംഗ്. ഈ ലെയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലാഡിംഗ്. അപ്പൊ നടുക്ക് കോറുണ്ട്, പുറത്ത് ആ കോറിന് പുറത്തായിട്ട് കാണുന്ന ലെയറാണ് ക്ലാഡിംഗ്. ഇനി ഏറ്റവും പുറമെ നമുക്കൊരു ലെയർ ഉണ്ട്. ഇതിനെ നമുക്ക് വിളിക്കാം ബഫർ. ബഫർ. ഓക്കെ, അപ്പൊ ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഭാഗങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോറുണ്ട്, ക്ലാഡിംഗ് ഉണ്ട്, ബഫർ ഉണ്ട്. കോറ്, ക്ലാഡിംഗ്, ബഫർ, ഇത് 3ഉമാണ് ഒരു ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഭാഗം. ഓക്കെ, ഈ കോറിന്റെ പ്രത്യേകത, ഇതിനുള്ള ഒരു അപവർത്തനാങ്കം ഉണ്ട്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കോറിന്റെ അപവർത്തനാങ്കം 1.52 ആണ്. കോറിന്റെ അപവർത്തനാങ്കം എത്രയാണ്? 1.52. ഇനി ക്ലാഡിങ്ങിന്റെ അപവർത്തനാങ്കം 1.48. ഓക്കെ, കോറിന്റെ അപവർത്തനാങ്കം 1.52, ക്ലാഡിങ്ങിന്റെ അപവർത്തനാങ്കം 1.48. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളൊരു ഒപ്റ്റിക്കൽ ഫൈബർ കണ്ടു, ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഭാഗങ്ങൾ കണ്ടു. കോറുണ്ട്, ക്ലാഡിംഗ് ഉണ്ട്, ബഫർ ഉണ്ട്. കോറിന്റെ പ്രത്യേകത അതിന്റെ അപവർത്തനാങ്കം 1.52 ആണ്. ക്ലാഡിങ്ങിന്റെ അപവർത്തനാങ്കം 1.48 ആണ്. ഇനി ഈ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിനെ മൊത്തത്തിൽ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ബഫർ ഉള്ളത്. അപ്പൊ ബഫറിന്റെ ഡ്യൂട്ടി എന്താണ്?
എന്താണ്? നമ്മുടെ ഫൈബർ, അതായത് ഒപ്റ്റിക്കൽ ഫൈബർ നമ്മൾ ഉപയോഗിക്കുന്നത് മെയിനായിട്ടും ആശയവിനിമയത്തിന് വേണ്ടിയാണ് കേട്ടോ. വളരെ ദൂരങ്ങളിലൊക്കെ നമുക്ക് ആശയവിനിമയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ വീടുകളിലൊക്കെ ഫൈബർ കേബിൾ വയർ പോയിട്ടില്ലേ, അതെല്ലാം ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. വളരെ ദൂരങ്ങളിലേക്ക് നമുക്ക് എന്തെങ്കിലുമുള്ള വിവരങ്ങൾ കൈമാറാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കറന്റ് യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത്. സോ അതിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് വാർത്താവിനിമയത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒപ്റ്റിക്കൽ ഫൈബർ വളരെ ദൂരങ്ങളിൽ വാർത്താവിനിമയത്തിനല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ ഫൈബറിന് എന്ത് പറ്റരുത്? പ്രശ്നങ്ങളൊന്നും പറ്റരുത്, അതിന് ഡാമേജ് ഒന്നും പറ്റരുത്. ഇതിനു വേണ്ടിയാണ് ഇതിന്റെ പുറത്ത് ബഫർ എന്ന് പറയുന്ന ഒരു കോട്ടിങ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ബഫറിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ഫൈബറിനെ സംരക്ഷിക്കാനാണ് ബഫർ ഉള്ളത്. ഫൈബറിനെ സംരക്ഷിക്കാൻ. അപ്പൊ ഇത്രയൊക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇത്രയും നേരം ഒപ്റ്റിക്കൽ ഫൈബറിനെ പറ്റിയാണ് പറഞ്ഞത്. ഒപ്റ്റിക്കൽ ഫൈബറിന്റെ പിതാവ് എന്ന് പറയുന്നതും ഒപ്റ്റിക്കൽ ഫൈബർ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും നരേന്ദർ സിംഗ് കപാനിയാണ്. ഇതിന് 3 ഭാഗങ്ങളുണ്ട്: കോറ്, ക്ലാഡിങ്, ബഫർ. കോറിനെ സംബന്ധിച്ചിടത്തോളമുള്ള അപവർത്തനാങ്കം 1.52 ആണ്. ക്ലാഡിങ്ങിനെ സംബന്ധിച്ച് അപവർത്തനാങ്കം 1.48 ആണ്. ബഫറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിനെ സംരക്ഷിക്കുക എന്നതാണ്. ഇനി ഒപ്റ്റിക്കൽ ഫൈബറിന്റെ ഡ്യൂട്ടി എന്താണ്? വളരെ ദൂരങ്ങളിലേക്ക് വാർത്താവിനിമയം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. ഇനി ഒപ്റ്റിക്കൽ ഫൈബറിൽ നമ്മൾ കണ്ടു നടക്കുന്ന പ്രതിഭാസം എന്ന് പറയുന്നത് പൂർണ്ണാന്തര പ്രതിഫലനമാണ്. അപ്പൊ എന്താണ് പൂർണ്ണാന്തര പ്രതിഫലനം എന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് പൂർണ്ണാന്തര പ്രതിഫലനത്തെ ഒന്ന് നോക്കാം. ഇതാ നോക്കിയേ, ഇത് ഒരു മാധ്യമം, ഇത് മറ്റൊരു മാധ്യമം. ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കണം, പൂർണ്ണാന്തര പ്രതിഫലനം നടക്കണമെങ്കിൽ 2 കണ്ടീഷൻ വേണം. ഒന്ന്, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കണം. പ്രകാശം എന്ത് ചെയ്യണം? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ പൂർണ്ണാന്തര പ്രതിഫലനം നടക്കുകയുള്ളൂ. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതെന്ന് പറയുന്നത് ഞാൻ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമമാണെന്ന് വിചാരിക്കാം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമമാണ്, ഡെൻസർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇത് നോക്കിയേ, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ്, ഇംഗ്ലീഷിൽ നമ്മൾ റെയർ എന്ന് പറയും. ഓക്കെ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമവും ഉണ്ട്, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമവും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു സങ്കല്പത്തിലാണ് പൂർണ്ണാന്തര പ്രതിഫലനം നടക്കുന്ന ആദ്യത്തെ കണ്ടീഷൻ. ഫോർ എക്സാമ്പിൾ, ആദ്യം ഇങ്ങനെ വന്ന് പതിക്കുന്നു. നോക്കിയേ, പ്രകാശം ദാണ്ട് ഈ ഒരു മാധ്യമത്തിലൂടെ ഇങ്ങനെ ഒരു നേർരേഖയായിട്ട് വന്ന് പതിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ 2 മാധ്യമത്തെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ അല്ലേ ഈ കളറിൽ കാണിരിക്കുന്നതാണ്ട്. ഈ നോക്കിയേ, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് 2 മാധ്യമങ്ങളെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ അല്ലേ. അപ്പൊ ഈ 2 മാധ്യമങ്ങളെയും സെപ്പറേറ്റ് ചെയ്യുന്നിടത്ത് വെച്ച് ഈ പ്രകാശത്തിന്റെ പാതയ്ക്ക് ചെറുതായിട്ട് ഒരു വളവ് സംഭവിക്കുന്നതായിട്ട് കാണാം. നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, പ്രകാശത്തിന്റെ പാത ചെറുതായിട്ട് വളഞ്ഞു പോകുന്നു. അപ്പൊ ഇത് ഏത് പ്രതിഭാസമാ? നോക്കിയേ, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുന്നു. കടക്കുന്ന ആ ഒരു അതിർവരമ്പിൽ വെച്ചത്, ഈ ഒരു അതിർവരമ്പിൽ വെച്ച് നമുക്ക് കാണാൻ പറ്റും പ്രകാശത്തിന്റെ പാതയ്ക്കൊരു മാറ്റം ഉണ്ടായല്ലേ. ഇങ്ങനെ വന്ന പ്രകാശം ഇങ്ങനെ തന്നെയാണോ പോയത്? അല്ലാതെ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു, അതിന്റെ പാതയ്ക്കൊരു വ്യത്യാസം ഉണ്ടായി, അതിന്റെ പാതയ്ക്കൊരു മാറ്റം ഉണ്ടായി. അപ്പൊ ഇവിടെ നടക്കുന്ന ഏതാണ് പ്രതിഭാസം? അപവർത്തനമാണ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപവർത്തനം അല്ലെ. ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് ഒരു പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ, ഇവിടെ കണ്ട് ചരിഞ്ഞല്ലേ പതിക്കുന്നത്, ചരിഞ്ഞു പതിക്കുമ്പോൾ ഈ 2 മാധ്യമങ്ങളുടെ അതിർവരമ്പിൽ വെച്ച്, ഈ 2 മാധ്യമങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ അതിർവരമ്പിൽ വെച്ച് പ്രകാശത്തിന്റെ പാതയ്ക്ക് ഒരു വ്യതിയാനം സംഭവിക്കുന്നു. ഇങ്ങനെ വന്ന പ്രകാശം ചരിഞ്ഞു പോയി. ഓക്കെ, ഈ ഒരു പ്രതിഭാസമാണ് അപവർത്തനം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, ഇങ്ങനെ വന്നു, ആദ്യം ഇങ്ങനെ വന്ന് പതിച്ചപ്പം അതിനിങ്ങനെ ഒരു ബെൻഡിങ് ആണ് ഉണ്ടായതെന്ന് വിചാരിക്കാം. എന്നാൽ രണ്ടാമത്തെ കേസിൽ ഞാൻ ഈ പരീക്ഷണം ഒന്നും കൂടെ ആവർത്തിക്കുവാണേ. അപ്പൊ ഇവിടെ നോക്കിയേ, ഞാൻ ഇവിടുത്തെ ആംഗിൾ ഒന്ന് മെഷർ ചെയ്യുന്നു. ഓക്കെ,
ഈ പതിച്ച രശ്മിയല്ലേ ഇത്, ഒരിടത്തോട്ട് വന്ന് ഇടിക്കുന്ന രശ്മിയാണെങ്കിൽ പതിക്കുന്ന രശ്മിയെ നമുക്ക് പതനരശ്മി എന്ന് വിളിക്കാം. അപ്പൊ ഈ പതനരശ്മിയിലുമായിട്ട് ചേർന്ന് ഞാൻ ദാ ഇവിടെ ഒരു ലംബം വരച്ചു. ലംബം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ വന്ന് പതിക്കുന്നത് അവിടെ വരയ്ക്കുന്ന ഒരു 90 ഡിഗ്രി വരുന്ന ലൈനെയാണ് നമ്മൾ ലംബം എന്ന് വിളിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ ഒരു ലംബം വരച്ചു. അപ്പോൾ ഈ ലംബം വരച്ചിട്ട് ഈ ലംബവും പതനരശ്മിയും കൂടെ നിർമ്മിക്കുന്ന കോണിനെ നമുക്ക് എന്ത് വിളിക്കാം? പതനകോൺ എന്ന് വിളിക്കാം. ലംബവും പതനരശ്മിയും കൂടെ ഉണ്ടാക്കുന്ന കോണാണ് പതനകോൺ. നമ്മൾ ഐ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും, പതനകോൺ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ലംബവും അപവർത്തന രശ്മിയും ഉണ്ടാക്കുന്ന കോണിനെ എന്തെന്ന് വിളിക്കാം? ലംബവും അപവർത്തന രശ്മിയും കൂടെ ഉണ്ടാക്കുന്ന കോണിനെ എന്തെന്ന് വിളിക്കാം? അപവർത്തന കോൺ അല്ലെ. അപ്പൊ അപവർത്തന കോണും ഉണ്ടായി, പതന കോണും ഉണ്ടായി. ഓക്കെ, ഇനി ഞാൻ എന്താ വീണ്ടും ഇപ്പൊ ഇവിടെ വിചാരിക്കുക, ഇവിടെ ഉണ്ടായ പതന കോൺ ഇപ്പൊ ഒരു 40 ആണെന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് പതന കോൺ 40 കിട്ടി. അപ്പൊ എനിക്കൊരു അപവർത്തന കോൺ ഉണ്ടായി. ഇപ്പൊ നോക്കിയേ, ഒരു 70 കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നോക്കിയേ, ഞാൻ ആദ്യം പതനകോൺ നോക്കി, ഇനി അപവർത്തന കോൺ നോക്കുന്നു. പതനകോൺ ഇവിടെ 40 ആണ്, ആ സമയത്ത് അപവർത്തന കോൺ 70 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ, നമ്മൾ പതനകോൺ 40 കൊടുത്തപ്പോൾ നമുക്ക് അപവർത്തന കോൺ 70 കിട്ടി. ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് പറയുന്നത് ജലവും അതുപോലെ തന്നെ നമ്മൾ വായുവിൽ വെച്ചിട്ടാണ് കേട്ടോ പരീക്ഷണം ചെയ്തത്. അപ്പൊ നിങ്ങൾ ആലോചിച്ചേ, ജലവും വായുവും നോക്കുമ്പം ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രകാശക സാന്ദ്രതയുള്ളത്? ജലത്തിലാണ് കേട്ടോ. പ്രകാശക സാന്ദ്രത കൂടുതൽ ജലത്തിലാണ്. അപ്പൊ ഞാൻ ഇവിടെ എടുത്ത ആദ്യത്തെ മാധ്യമം ജലമാണ്. പ്രകാശക സാന്ദ്രത കൂടിയ മാധ്യമം ജലമാണ്, കുറഞ്ഞ മാധ്യമം വായുവാണ്. ഓക്കെ, ഇപ്പൊ കൂടിയ മാധ്യമം ജലമാണ്, കുറഞ്ഞ മാധ്യമം വായുവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ 40 ഡിഗ്രിയിൽ വെച്ചപ്പോൾ നമുക്ക് അപവർത്തന കോൺ 70 കിട്ടി. ഇനി ഞാൻ ഈ ആംഗിൾ മാറ്റുന്നു കേട്ടോ. ഞാൻ അടുത്ത ആംഗിൾ കൊടുക്കുന്നു. ഇതാ നോക്കിയേ, ഇവിടെ ഞാൻ മേക്ക് ചെയ്ത ആംഗിൾ ആദ്യത്തെ കേസിൽ 40 കൊടുത്തു. ഇവിടെ ഞാനൊരു 48.6 കൊടുക്കുന്നു. 48.6. ഓക്കെ, അതായത് പതനകോൺ 48.6. നമുക്ക് ഈ പതനകോണിനെ അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം നമ്മൾ ഒരു ലേസർ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ 40 വെച്ചു. ഇനി ഞാൻ 48.6 വെച്ചു. ഓക്കെ, അപ്പൊ ഈ 48.6 ഡിഗ്രിയിൽ ഇത് വന്ന് പതിക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റും ഇവിടുത്തെ അപവർത്തന കോൺ എന്ന് പറയുന്നത്. അപവർത്തന കോൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലംബവും അപവർത്തന രശ്മിയും തമ്മിലുള്ളതല്ലേ. അപ്പൊ ഈ 48.6 പതിക്കുമ്പോൾ ഈ രശ്മി നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ആ തിരിക്കുന്ന അതിർവരമ്പിന് സമാന്തരമായിട്ട് പോകും. അതായത് ഈ അതിർവരമ്പിലൂടെ തന്നെ ആ രശ്മി എന്ത് ചെയ്യും? അപവർത്തനം സംഭവിച്ചിട്ട് പോകും. രശ്മിക്ക് പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ചത് ആ രശ്മി ഇങ്ങനെ വരുന്ന രശ്മി ഇങ്ങനെ തന്നെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ അപവർത്തന രശ്മിയും ലംബത്തിനും ഇടയിൽ ഉണ്ടാവുന്ന ആംഗിൾ ആണ് നോക്കിയേ, അപവർത്തന ആംഗിൾ. അവിടുത്തെ അപവർത്തന കോണിന്റെ വാല്യൂ എത്രയാണ്? 90 ആണ്. അതാ നോക്കിയേ, 48.6 എന്ന പതനകോൺ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ അപവർത്തന കോൺ എന്ന് പറയുന്നത് 90 ആണ്. ഇത് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റി 48.6 എന്ന പതനകോണിലാണ് അപവർത്തന കോൺ 90 കിട്ടിയത്. അപ്പൊ ഏത് പതനകോൺ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഏത് പതനകോണിലാണ് നമുക്ക് അപവർത്തന കോൺ 90 കിട്ടിയത്? അപവർത്തന കോൺ 90 കിട്ടിയ പതനകോൺ എന്ന് പറയുന്നത് 48.6 അല്ലേ. അപ്പൊ നമ്മൾ ഇവരെ ഇനി പതനകോൺ എന്ന് വിളിക്കരുത്, പിന്നെ നമ്മൾ ഇവരെ വിളിക്കുന്ന പേരാണ് ക്രാന്തിക കോൺ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺ. ക്രിട്ടിക്കൽ ആംഗിൾ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കോൺ അല്ലെങ്കിൽ ക്രാന്തിക കോൺ കേട്ടോ. പേര് രണ്ടും ഓർത്ത് വെക്കുക. എന്താണ് അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഏത് പതനകോണിലാണോ അപവർത്തന കോൺ 90 കിട്ടുന്നത്, ആ പതനകോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ക്രിട്ടിക്കൽ ആംഗിളിന്റെ വാല്യൂ 48.6 ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ നമ്മൾ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ഏതൊരു ആംഗിളിലും വന്ന് ഒരു പ്രകാശം പതിക്കുന്നു എന്ന് വിചാരിക്കാം. അതായത് ഞാനിപ്പോൾ ഒരു പ്രകാശത്തെ വരയ്ക്കുന്നു, നോക്കിയേ,
ഇത് വന്ന് പതിക്കുമ്പോൾ ഞാൻ ഇവിടുത്തെ ആംഗിൾ മെഷർ ചെയ്തപ്പം ഇവിടെ എനിക്ക് 48.6 അല്ലേ, അതിനേക്കാൾ കൂടി ഏത് വാല്യൂ ഞാൻ 48.7 എടുക്കുന്നു എന്ന് വിചാരിക്കാം. ഇതിനേക്കാൾ ഇച്ചിരിയും കൂടെ കൂടുതലല്ലേ, 48.6 അപേക്ഷിച്ച് അല്പം കൂടി കൂടുതലാണ് 48.7. ഓക്കെ, അപ്പം 48.6 കൂടിയ 48.7 പതിക്കുമ്പം എനിക്ക് കാണാൻ പറ്റും ഈ രശ്മിക്ക് പിന്നീട് അപവർത്തനം സംഭവിക്കില്ല, മറിച്ച് ഈ രശ്മിക്ക് എന്ത് സംഭവിക്കും? പ്രതിഫലനം സംഭവിക്കും. അതായത് ഇങ്ങനെ വന്ന രശ്മി നോക്കി അതേ മാധ്യമത്തിലേക്ക് തിരിച്ചു വരുന്നു, അതേ മാധ്യമത്തിലേക്ക് എന്ത് ചെയ്യുന്നു? പ്രതിഫലിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ നടന്നത്? പ്രതിഫലനമാണ്. അപ്പൊ നോക്കിയേ, പൂർണ്ണമായിട്ടല്ലേ പ്രതിഫലനം നടന്നത്? നമ്മൾ കൊടുക്കുന്ന രശ്മിക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു? പ്രതിഫലനം നടന്നു. അതേ മാധ്യമത്തിലേക്ക് തന്നെ പൂർണ്ണമായി പ്രതിഫലിച്ചു. അപ്പൊ ഈ ഒരു പ്രതിഭാസമാണ് എന്ത്? പൂർണ്ണാന്തര പ്രതിഫലനം. അപ്പൊ പൂർണ്ണാന്തര പ്രതിഫലനം നടക്കാനുള്ള കണ്ടീഷൻ നോക്കിയേ, 48.6 കൂടിയ ഒരു വാല്യൂ 48.7 വരുമ്പം എന്ത് സംഭവിക്കും? പൂർണ്ണാന്തര പ്രതിഫലനം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കും. അപ്പൊ എന്താണ് പൂർണ്ണാന്തര പ്രതിഫലനത്തിന്റെ കണ്ടീഷൻ? നോക്കിയേ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് വേണം പ്രകാശരശ്മി സഞ്ചരിക്കാൻ. അതായത് നമുക്കിവിടെ കാണാൻ പറ്റും, ഇത് എവിടെ നിന്ന് എങ്ങോട്ടാ സഞ്ചരിച്ചത്? ജലത്തിൽ നിന്നും വായുവിലേക്കാണല്ലേ സഞ്ചരിച്ചത്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ ഇതാണ്, കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയേ, വന്ന് പതിക്കുന്നത് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ ആംഗിളിലായിരിക്കണം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്രിട്ടിക്കൽ കോണിൽ പതിച്ചാൽ 90 ഡിഗ്രിയെ കിട്ടും. അപ്പൊ പൂർണ്ണമായിട്ട് പ്രതിഫലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ ആംഗിളിൽ വന്ന് പതിക്കണം. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ, പതിക്കേണ്ടത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിൽ. ഓക്കെ, രണ്ട് കണ്ടീഷൻസ് ആണ് പൂർണ്ണാന്തര പ്രതിഫലനവുമായി റിലേറ്റ് ചെയ്തത്. ഫസ്റ്റ് കണ്ടീഷൻ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, പതിക്കേണ്ടത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടിയ ആംഗിളിലാണെങ്കിലാണ് പൂർണ്ണാന്തര പ്രതിഫലനം നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടുപേരുടെ ക്രിട്ടിക്കൽ ആംഗിൾ അറിഞ്ഞിരിക്കണം. ജലത്തിന്റെ കേസിൽ നിങ്ങൾ ഇപ്പൊ കണ്ടു, ജലത്തിന്റെ കേസിലെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാണ്? 48.6 ആണ് അല്ലെ ജലത്തിന്റെ കേസിലെ. നോക്കിയേ, ജലത്തിന്റെ കേസിൽ വാല്യൂ 48.6. ഓക്കെ, 48.6 ഡിഗ്രിയിൽ വന്ന് പതിച്ചാൽ അവിടെ എന്ത് സംഭവിക്കും? പ്രകാശരശ്മി 90 ഡിഗ്രിയിൽ അപവർത്തനം സംഭവിക്കും. 48.6 കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും? പൂർണ്ണാന്തര പ്രതിഫലനം സംഭവിക്കും. സോ ജലത്തിന് 48.6. ഇനി ഗ്ലാസ് ആണെങ്കിൽ 42. ഇമ്പോർട്ടൻ്റ് ആണ്. ജലത്തിലാണെങ്കിൽ 48.6, ഗ്ലാസ് ആണെങ്കിൽ 42. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? പൂർണ്ണാന്തര പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് ഒപ്റ്റിക്കൽ ഫൈബറിലുള്ളത്. നമ്മൾ അറിഞ്ഞിരിക്കണം, 4 ആപ്ലിക്കേഷനാണ് പൂർണ്ണാന്തര പ്രതിഫലനത്തിൽ വരുന്നത്. ഒന്നാമത്തത് ഡയമണ്ടിന്റെ തിളക്കം. നമ്മൾ കണ്ടിട്ടില്ലേ, ഡയമണ്ടിനൊക്കെ നല്ല തിളക്കമല്ലേ? നമുക്ക് ഡയമണ്ടിന്റെ ഓർണമെന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നല്ല തിളക്കമായിരിക്കും ഡയമണ്ടിന്. അപ്പൊ ഡയമണ്ടിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. സെക്കൻഡ് വൺ, മരീചിക. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് റോഡിൽ വെള്ളക്കെട്ട് കാണും, വളരെ ദൂരെ വെള്ളക്കെട്ട് കാണും. നമ്മൾ എന്നാൽ അടുത്ത് വന്ന് നോക്കുമ്പം അവിടെ വെള്ളം കാണില്ല. വീണ്ടും നമ്മൾ ദൂരോട്ട് നോക്കുകയാണെങ്കിൽ വെള്ളക്കെട്ട് കാണും. ഇതാണ് മരീചിക, അല്ലെങ്കിൽ വേറൊരെണ്ണോ മരീചികയായിട്ട് പറയും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ ദൂരങ്ങളിലുള്ള ബിൽഡിങ്ങുകളൊക്കെ, അതുപോലെ ദൂരങ്ങളിലുള്ള മരങ്ങളൊക്കെ, ഇങ്ങനെ നിൽക്കുന്ന മരങ്ങൾ നിങ്ങൾക്ക് തല തിരിഞ്ഞ് കാണാനായിട്ട് സാധിക്കും. വളരെ ദൂരങ്ങളിൽ മരങ്ങൾ തലതിരിഞ്ഞ് കാണുന്നു, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ തലതിരിഞ്ഞ്
കുമിഞ്ഞ് കാണുന്നു. ഇത് എന്ത് തന്നെയാണ്? മരീചികയാണ് കേട്ടോ. അപ്പം മരീചിക എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ല ചൂടുള്ള സമയങ്ങളിൽ റോഡിൽ നമുക്ക് വെള്ളക്കെട്ട് ഉള്ളതുപോലെ തോന്നും. അപ്പോൾ യഥാർത്ഥത്തിൽ വെള്ളക്കെട്ടുണ്ടോ? ഇല്ല, യഥാർത്ഥത്തിൽ വെള്ളക്കെട്ടില്ല, പക്ഷെ നമുക്ക് വെള്ളക്കെട്ട് ഉള്ളതായി തോന്നും. ഇതെന്താണ്? മരീചികയാണ്. രണ്ടാമത് നമുക്ക് പറയാം വളരെ ദൂരെയുള്ള ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ തലതിരിച്ച് കാണുന്നു. ഇതും എന്താണ്? മരീചികയാണ് കേട്ടോ. മൂന്നാമത്തത് ഒപ്റ്റിക്കൽ ഫൈബർ ആണ്. ഇതിനെപ്പറ്റി നമ്മളിപ്പോൾ കണ്ടു. നാലാമത്തത് പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുന്ന പ്രിസം. പൂർണ്ണമായിട്ടും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന, പൂർണ്ണമായും പ്രതിഫലിപ്പിക്കുന്ന പ്രിസങ്ങളും എന്തിന് ഉദാഹരണമാണ്? നമ്മുടെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണാന്തരിക പ്രതിഫലത്തിന്റെ ആപ്ലിക്കേഷനാണ്. നാലും നോക്കി നോക്കുക. ഡയമണ്ടിന്റെ തിളക്കം, മരീചിക, ഒപ്റ്റിക്കൽ ഫൈബർ, പൂർണ്ണമായി പ്രതിഫലിക്കുന്ന പ്രിസം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? അപ്പൊ നമുക്ക് റോഡ് 1 ഔട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നോക്കിയേ, മീറ്റർ. മീറ്റർ എന്തിന്റെ അളവാ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മീറ്റർ നമ്മൾ എന്തളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്? നീളം അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ? നീളം അല്ലെങ്കിൽ ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ് മീറ്റർ. ഓർത്തോക്ക, നീളം അളക്കുന്ന ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ അടിസ്ഥാന യൂണിറ്റ് ആണ്. നമുക്ക് നീളം അളക്കാൻ പല യൂണിറ്റ് ഉണ്ട്. സെന്റിമീറ്ററിൽ അളക്കാം, കിലോമീറ്ററിൽ അളക്കാം, അല്ലെങ്കിൽ മില്ലിമീറ്റർ അളക്കാം, അടി, വാരം, ഇതൊക്കെ രീതിയിൽ നമുക്ക് എന്തളക്കാം? നീളം അളക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന അടിസ്ഥാനമായിട്ടുള്ള, നമ്മൾ എല്ലാവരും ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന നീളത്തിന്റെ യൂണിറ്റ്, അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ് കേട്ടോ. അപ്പൊ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റേഴ്സ്. ഓക്കെ, സോ മീറ്റർ നീളം അളക്കുന്ന യൂണിറ്റ് ആണ്, നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ്. ഓക്കെ, അടുത്ത നോക്കിയേ, പ്രകാശവർഷം. പ്രകാശവർഷം എന്ന് പറയുന്നത് നമ്മൾ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ആസ്ട്രോണമിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് പ്രകാശവർഷം. ആ പേരിൽ തന്നെയുണ്ട്, പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച ദൂരം. ഓക്കെ, ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിച്ച ദൂരം. ഓക്കെ, ഒരു ഇയറിൽ ഒരു പ്രകാശം എത്ര ദൂരം സഞ്ചരിക്കുന്നു, ഇതാണ് പ്രകാശവർഷം. ഇംഗ്ലീഷ് നമ്മൾ ലൈറ്റ് ഇയർ എന്ന് പഠിക്കും. അപ്പൊ ലൈറ്റ് ഇയറിന്റെ വാല്യൂ അറിഞ്ഞിരിക്കുക, പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു പ്രകാശവർഷം അല്ലെങ്കിൽ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് നമ്മൾ കണ്ടു, ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിച്ച ദൂരത്തെയാണല്ലേ ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഇതിന്റെ വില എന്ന് പറയുന്നത്, ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 9.46 × 10⁻15 മീറ്റർ ആണ്. 9.46 × 10⁻15 മീറ്റർ ആണ് ഒരു ലൈറ്റ് ഇയർ. ഓക്കെ, 9.46 × 10⁻15 മീറ്റർ ആണ് ലൈറ്റ് ഇയർ. അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ, നമ്മുടെ 8th ടെക്സ്റ്റിലുള്ള ഒരു പോർഷനാണിത്. അതിൽ കൊടുത്തിരിക്കുന്നത് ഒരു സെക്കൻഡിൽ പ്രകാശവർഷം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനെയാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ നമുക്ക് പറയാം പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിച്ച ദൂരം. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതിന്റെ വാല്യൂ 9.46 × 10⁻15 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ഇതാണ്. ഒരു സെക്കൻഡിൽ പ്രകാശവർഷം എന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ പ്രകാശം 3 ലക്ഷം കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. ഒരു സെക്കൻഡിലാണ്, ഓർത്തു വെക്കണേ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നതിനെയാണ് നമ്മൾ പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഡെഫിനിഷനും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കിയേ, ഇതും എന്താ? ദൂരമല്ലേ? ലൈറ്റ് ഇയർ. എത്ര ദൂരം സഞ്ചരിച്ചു? പ്രകാശം ഒരു വർഷത്തിൽ സഞ്ചരിച്ച ദൂരം. അപ്പൊ ഇതും ദൂരം അല്ലെങ്കിൽ നീളം അളക്കുന്ന യൂണിറ്റ് ആണ്. മീറ്റർ കണ്ടു, നീളം അല്ലെങ്കിൽ ദൂരം മീറ്റർ അളക്കും. ഇപ്പൊ നമ്മൾ കണ്ടു പ്രകാശവർഷവും എന്താ അളക്കുന്നത്? ദൂരം അളക്കുന്ന യൂണിറ്റ് ആണ്. അടുത്ത നോക്കിയേ, സെക്കൻഡ് നമ്മൾ എന്തളക്കുന്ന യൂണിറ്റ് ആണ്? സമയം അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് സെക്കൻഡ്.
നമ്മൾ ഒരു സെക്കൻഡിന് കൊടുക്കുന്ന നിർവചനം എത്ര നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പഴയ SCRTയിലെ 8ാം ക്ലാസ്സിന്റെ ആദ്യത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ളതാണ്. ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് 1/86,400 ഇൻറ്റു സോളാർ ദിനം. അതായത് ഒരു സോളാർ ദിനത്തിന്റെ 1/86,400 നമ്മൾ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത്. ഒരു സോളാർ ദിനം എത്രയാണെന്ന് നോക്കുക. അതിനെ 1/86,400 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഒരു സെക്കൻഡ് കിട്ടുന്നത്. അപ്പൊ എന്താ സോളാർ ദിനം? സോളാർ ദിനം എന്ന് പറഞ്ഞാൽ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയത്തെയാണ് സോളാർ ദിനം എന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ന് ഉച്ച സമയം, ഇന്ന് നട്ടുച്ച എന്ന് പറഞ്ഞാൽ ഇന്ന് 12 മണി തൊട്ട്, ഇന്ന് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ ഇല്ലേ? ഇതിൻ്റെ ഇടയിലുള്ള ഒരു ടൈം ഗ്യാപ്പ് ഇല്ലേ? ആക്ച്വലി അത് എത്ര തന്നെയാ? 24 മണിക്കൂർ തന്നെയാണ് അല്ലെ? ഇന്ന് ഉച്ച മുതൽ ഇന്ന് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ 24 മണിക്കൂറല്ലേ? ഒരു ദിവസമല്ലേ ഗ്യാപ്പ് ഉള്ളത്? ഓക്കെ, അപ്പോൾ ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെ ഉള്ള ഒരു ടൈം ഇന്റർവെല്ലിനെയാണ് അല്ലെങ്കിൽ ഒരു സമയ ദൈർഘ്യത്തെയാണ് നമ്മൾ സോളാർ ദിനം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയ ദൈർഘ്യത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോളാർ ഡേ അല്ലെങ്കിൽ സോളാർ ദിനം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തിനെ അളക്കുന്നതാണ്? സമയത്തെ അളക്കുന്ന യൂണിറ്റ് ആണ്. ഒരു സെക്കൻഡിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നിർവചനം 1/86,400 ഇൻറ്റു സോളാർ ദിനം. സോളാർ ദിനം എന്ന് പറയുന്നത് ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള ദൈർഘ്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സോളാർ ദിനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത നോക്കിയേ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം. ഓക്കെ, സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരം. അപ്പൊ നമുക്കറിയാം. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മുടെ സൂര്യൻ ഇവിടെയാണെങ്കിൽ സൂര്യന്റെ തൊട്ടടുത്ത ഒരുപാട് ഗ്രഹങ്ങളുണ്ട് അല്ലെ? അപ്പൊ സൂര്യന്റെ 3ാമത്തെ സ്ഥാനത്താണ് നമ്മുടെ ഭൂമി ഉള്ളത്. അപ്പൊ ഇവരുടെ ഇടയിലുള്ള ഒരു ദൂരം ഉണ്ടല്ലോ, ഈ ദൂരത്തെയാണ് നമ്മൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. AU എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ക്യാപിറ്റൽ A, ക്യാപിറ്റൽ U. അപ്പം ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരത്തെയാണ് നമ്മൾ അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അസ്ട്രോണമിക്കൽ യൂണിറ്റിന്റെ വാല്യൂ ഓർത്തു വെക്കുക. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 1.49 × 10⁻11 മീറ്റർ. ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.49 × 10⁻11 മീറ്റർ ആണ്. അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന നിർവചനം ഇതാണ്: 15 കോടി കിലോമീറ്റർ കേട്ടോ. ഇതിവിടെ സെക്കൻഡ് എന്നൊന്നുമില്ല. നേരത്തെ കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പ്രകാശ വർഷത്തിന്റെ കേസ് കാണാൻ പറ്റും. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്നതാണ് പ്രകാശവർഷം. എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ശരാശരി ദൂരമാണ്. ഇതിന്റെ വില 1.49 × 10⁻11 മീറ്റർ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, 15 കോടി കിലോമീറ്ററിന് തുല്യമാണ് ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ മീറ്റർ എന്ന് പറയുന്നത് നീളം അല്ലെങ്കിൽ ദൂരത്തെ നമ്മൾ അളക്കുന്നു. പ്രകാശവർഷവും ദൂരത്തെയാണ് അളക്കുന്നത്. അസ്ട്രോണമിക്കൽ യൂണിറ്റും ദൂരത്തെയാണ് അളക്കുന്നത്. അപ്പൊ ഇവര് മൂന്നും, മീറ്റർ, പ്രകാശവർഷം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഇവര് മൂന്നും എന്തിനെ അളക്കുന്നു? നീളത്തെ അളക്കുന്നു. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് നോക്കിയേ, സെക്കൻഡ് മാത്രം സമയത്തെ അളക്കുന്നു. അപ്പൊ ഇവിടുത്തെ ഓഡ് വൺ ഏതാണ്? സെക്കൻഡ് ആണ്. മനസ്സിലായോ? മീറ്റർ, പ്രകാശവർഷം, അസ്ട്രോണമിക്കൽ യൂണിറ്റ്.
യൂണിറ്റ്. ഇവര് മൂന്നും എന്താ അളക്കുന്നത്? ഈ 3 പേരും അളക്കുന്നത്, പ്രധാനമായിട്ടും ഇവർ അളക്കുന്നതെന്ന് പറയുന്നത് ദൂരത്തെയാണ്. സെക്കൻഡ് മാത്രം എന്തിനെ അളക്കുന്നു? സമയത്തെ അളക്കുന്നു. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കൂട്ടത്തിൽ പെടാത്തത് ഏത്? കറക്റ്റ് ആൻസർ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 10 സെന്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിന്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെന്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. അപ്പൊ ഇതൊരു ദർപ്പണവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളോട് പറയുന്നു നമ്മുടെ ഇതിലൊരു കോൺകേവ് ദർപ്പണമുണ്ട്. അപ്പൊ നമുക്കറിയാം ദർപ്പണങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും 2 തരത്തിലാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. ഗോളീയ ദർപ്പണങ്ങളെന്നും സമതല ദർപ്പണങ്ങളെന്നുമാണ് നമ്മൾ ദർപ്പണങ്ങളെ മെയിൻലി തരംതിരിക്കുന്നത്. ഒന്ന് സമതല ദർപ്പണം, 2 ഗോളീയ ദർപ്പണം. ഓക്കെ, സമതലം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ നേരെ സമമായിട്ടിരിക്കുന്നത്. നമ്മൾ യൂഷ്വലി കാണുന്ന കണ്ണാടിയില്ലേ, അത് നിങ്ങൾ നോക്കി എല്ലായിടത്തും നമുക്ക് തൊട്ട് നോക്കുമ്പോൾ എല്ലായിടത്തും ഒരുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്, ഒരുപോലെ ഇരിക്കുന്നു. അല്ലെങ്കിൽ എല്ലായിടത്തും ഒരുപോലുള്ള ദർപ്പണമാണ് സമതല ദർപ്പണം, അല്ലെങ്കിൽ നമ്മൾ പ്ലെയിൻ മിറർ എന്ന് വിളിക്കും. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എല്ലായിടത്തും ഒരുപോലെ ഇരിക്കുകയാണ്. ഇനി ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞാൽ ഇത് ഗോളത്തിന്റെ ഭാഗമായിട്ടുള്ള ദർപ്പണമാണ്. നമ്മളൊരു ഗോളം എടുക്കുന്നു, നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു ബോൾ എടുക്കുന്നു. ഓക്കെ, ഓക്കെ, അതിനുശേഷം ഇതിനകത്തോ നിങ്ങൾ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കിയേ, ഗോളത്തിൽ നമ്മൾ കട്ട് ചെയ്തത് നമുക്കത് ഒരു ചെറിയ പീസ് കിട്ടിയില്ലേ, ഞാൻ അത് ഇങ്ങോട്ട് വരയ്ക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഇതിനെ നമുക്കൊന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൂർണ്ണമായി നമുക്കൊരു ഗോളം കിട്ടില്ലേ. അപ്പൊ ഗോളത്തിന്റെ ഭാഗമായിട്ടുള്ള ദർപ്പണങ്ങളെയാണ് നമ്മൾ ഗോളീയ ദർപ്പണം എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളൊരു ഗോളം എടുത്തിട്ട് അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്ന ദർപ്പണങ്ങളെയാണ് ഗോളീയ ദർപ്പണം എന്ന് വിളിക്കുന്നത്. ഈ ഗോളീയ ദർപ്പണം 2 തരത്തിലുണ്ട്. ഒന്ന് കോൺകേവും, രണ്ടാമത്തത് കോൺവെക്സും. ഒന്ന് കോൺകേവ് ആണ്, രണ്ടാമത്തത് കോൺവെക്സ് ആണ്. കോൺകേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൂൺ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളൊരു സ്പൂൺ എടുത്ത് ആ സ്പൂണിന്റെ അകവശം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ. ഇപ്പം നേരത്തെ ഒരു സ്പൂണാണെന്ന് വിചാരിക്കും, എൻ്റെ കൈ ഒരു സ്പൂണായിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ആ സ്പൂണിന്റെ അകവശം അല്ലേ ഇത്. നിങ്ങൾ നോക്കിയാൽ അകവശം നല്ല രീതിയിൽ കുഴിഞ്ഞല്ലേ ഇരിക്കുന്നത്, ഒരു കുഴി പോലല്ലേ ഇരിക്കുന്നത്. അപ്പം അകത്തേക്ക് കുഴിഞ്ഞ് കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള ദർപ്പണങ്ങളാണ് കോൺകേവ്. നിങ്ങൾ എപ്പോഴും സ്പൂൺ വെച്ച് ആലോചിച്ചാൽ മതി, സ്പൂണിന്റെ അകവശം കുഴിഞ്ഞിരിക്കുവാണ്. അപ്പൊ ഈ ഒരു ദർപ്പണം, അകംവശം കുഴിഞ്ഞിരിക്കുന്ന ദർപ്പണങ്ങളെ നമ്മൾ വിളിക്കും കോൺകേവ്. ഓക്കെ, ഇതായിപ്പം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കിയേ, ഇത് ഒരു ഗോളത്തിന്റെ ഭാഗമാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അകവശമാണ് കുഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അകവശം എന്ന് പറയുമ്പോൾ ഇതല്ലേ, ഇത് കുഴിഞ്ഞിരിക്കണം. അപ്പൊ പുറത്ത് എന്ത് നടക്കരുത്? നിങ്ങൾ ഓർക്കുക, അകവശം കുഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ അകത്ത് മാത്രമായിരിക്കും പ്രതിഫലനം നടക്കുന്നത്, പുറത്ത് എന്ത് നടക്കില്ല? പ്രതിഫലനം നടക്കില്ല. ഈ കുഴിഞ്ഞ അകവശത്ത് മാത്രം പ്രതിഫലനം നടക്കും. അപ്പൊ പുറത്ത് പ്രതിഫലനം നടക്കില്ലല്ലോ. അപ്പൊ നടക്കാത്ത ഭാഗത്തെ നമ്മൾ വരച്ച് കാണിക്കണം. അതായത് കണ്ടോ, പുറത്ത് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താ? ഇവിടെ ഒന്നും പ്രതിഫലനം നടക്കില്ല, ആകെ പ്രതിഫലനം നടക്കുന്നത് അകവശത്താണ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ നോക്കിയേ, നമ്മൾ എടുക്കുന്ന സ്പൂണിന്റെ അകവശം കുഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നോക്കിയേ, പുറവശം എങ്ങനെയായിരിക്കുന്നത്? പുറത്തെ വശം എങ്ങനെയായിരിക്കുന്നത്? ഉന്തി നിൽക്കുകയാണല്ലേ. ഇപ്പൊ നിങ്ങളുടെ അടുത്തോട്ട് ഉന്തി നിൽക്കുന്ന പോലെയല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പൊ പുറത്തെ വശം എന്ന് പറയുന്നത് ഉന്തി നിൽക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ദർപ്പണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് ദർപ്പണം. അപ്പൊ കോൺകേവ് നോക്കിയേ, കുഴിഞ്ഞിരിക്കുകയാണ്. കോൺവെക്സ് എന്താ? ഉന്തി നിൽക്കുകയാണ്. കോൺവെക്സ് ഉന്തി നിൽക്കുന്ന ദർപ്പണങ്ങളാണ്. അപ്പൊ കോൺവെക്സിന്റെ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഉന്തി നിൽക്കുന്ന ഈ ഭാഗത്തല്ലേ പ്രതിഫലനം നടക്കുന്നത്. അപ്പൊ നോക്കിയേ, നമുക്ക് ഇവിടെയാണ് പ്രതിഫലനം നടക്കുന്നത്, പുറത്ത് ഉന്തി നിൽക്കുന്ന ഭാഗത്ത്, ഈ ഒരു ഭാഗത്താണ് പ്രതിഫലനം നടക്കുന്നത്. അപ്പൊ എവിടെയായിരിക്കും പ്രതിഫലനം നടക്കാത്തത്? അകത്തായിരിക്കും അല്ലെ. അപ്പൊ അകത്ത് നമ്മൾ വരച്ച് കാണിക്കും. മനസ്സിലായോ എങ്ങനെയാണ് കോൺകേവിനെയും കോൺവെക്സിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്? കോൺകേവ് ആകുമ്പം അകത്തായിരിക്കും പ്രതിഫലനം, കുഴിഞ്ഞായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, കോൺവെക്സ് ആണെങ്കിൽ ഉന്തിയാണ് നിൽക്കുന്നത്, പുറത്തായിരിക്കും പ്രതിഫലനം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, നമ്മുടെ കയ്യിൽ
ഒരു കോൺകേവ് ദർപ്പണം തന്നിട്ടുണ്ട്. അകം കുഴിഞ്ഞ ഒരു കോൺകേവ് ദർപ്പണമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കോൺകേവ് ദർപ്പണത്തിന് മുന്നില് 10 സെന്റിമീറ്റർ അകലെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വസ്തു വെക്കുന്നു. അപ്പൊ ഈ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ മുൻവശത്ത്, ഇതല്ലേ മുൻവശം, ഇവിടെ ഞാൻ 10 സെന്റിമീറ്റർ അകലെ ഇവിടെ നോക്കിയേ, ഇത് 10 സെന്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. 10 സെന്റിമീറ്റർ, ഇത്രയും ദൂരം 10 സെന്റിമീറ്റർ. 10 സെന്റിമീറ്റർ മാറ്റി ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു പ്രകാശിക്കുന്ന വസ്തു വെക്കുകയാണ്. ഇതാ ഞാൻ ഇവിടെ ഒരു വസ്തു വെക്കുന്നു, ഒരു പ്രകാശിക്കുന്ന വസ്തു. പ്രകാശത്തിൻ്റെയാണ് ഈ ഒരു ലൈറ്റ് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഞാൻ അതാ ഒരു പ്രകാശിക്കുന്ന വസ്തുവിനെ ഇവിടെ വെച്ചു. ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ വസ്തു. അപ്പൊ ഇതാ നോക്കിയേ, നമ്മുടെ കയ്യിലൊരു ദർപ്പണമുണ്ട്. കോൺകേവ് ദർപ്പണത്തിന് 10 സെന്റിമീറ്റർ അകലെ ഒരു പ്രകാശിക്കുന്നു. 10 സെന്റിമീറ്റർ മുന്നിലാണ് കേട്ടോ. നമ്മൾ ആ ദർപ്പണത്തിന് മുന്നിൽ 10 സെന്റിമീറ്റർ മുന്നിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വസ്തുവിനെ വെക്കുന്നു. വസ്തുവിനെ വെച്ചപ്പോൾ യഥാർത്ഥ പ്രതിബിംബം ഇമ്പോർട്ടൻ്റ് ആണ്. യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്നും 40 സെന്റിമീറ്റർ അകലെ രൂപം കൊള്ളുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ കേസിൽ നമുക്ക് 2 തരത്തിലുള്ള പ്രതിബിംബം നമുക്ക് കിട്ടും. ഓക്കെ, ഒന്നെന്ന് പറയുന്നത് യഥാർത്ഥമാണ്, ഒന്ന് മിഥ്യയാണ്. എന്താ യഥാർത്ഥ പ്രതിബിംബം? യഥാർത്ഥ പ്രതിബിംബം എന്ന് വെച്ചാൽ നമുക്കൊരു സ്ക്രീനിൽ പതിക്കാൻ പറ്റുന്ന പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം. ഒരു സ്ക്രീനിൽ കിട്ടുന്ന പ്രതിബിംബത്തെയാണ് യഥാർത്ഥ പ്രതിബിംബം എന്ന് വിളിക്കുന്നത്. ഈ പ്രതിബിംബം നമുക്ക് സ്ക്രീനിൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു വസ്തുവിനെ വെച്ചിട്ട്, ഒരു കോൺകേവ് ദർപ്പണത്തിലെ വസ്തുവിനെ വെച്ചിട്ട് നോക്കുന്നു. അപ്പൊ എനിക്ക് ഒരു പ്രതിബിംബം ഒരു സ്ക്രീനിൽ കിട്ടുന്നു. ഞാനിവിടെ ഒരു കാർഡ് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ക്രീൻ വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിൽ എനിക്ക് പ്രതിബിംബം കിട്ടിയാൽ എനിക്ക് പറയാൻ പറ്റും, അത് യഥാർത്ഥ പ്രതിബിംബമാണ്. എന്നാൽ സ്ക്രീനിൽ ഈ പ്രതിബിംബം കിട്ടുന്നില്ല. ഇതിനെയാണ് നമ്മൾ മിഥ്യാ പ്രതിബിംബം എന്ന് വിളിക്കുന്നത്. അപ്പൊ യഥാർത്ഥ പ്രതിബിംബത്തെ നമുക്ക് സ്ക്രീനിൽ കിട്ടും, മിഥ്യാ പ്രതിബിംബത്തെ നമുക്ക് എന്ത് ചെയ്യില്ല, സ്ക്രീനിൽ കിട്ടില്ല. ഓർത്തു വെക്കണം, യഥാർത്ഥ പ്രതിബിംബവും തരും, നമ്മുടെ ഒരു കോൺകേവ് യഥാർത്ഥ പ്രതിബിംബവും തരും, അതോടൊപ്പം തന്നെ മിഥ്യാ പ്രതിബിംബവും തരും. യഥാർത്ഥ പ്രതിബിംബം തന്നാൽ അതിനർത്ഥം എന്താ, അത് സ്ക്രീനിൽ കിട്ടും. മിഥ്യാ പ്രതിബിംബം തന്നാൽ അത് സ്ക്രീനിൽ കിട്ടില്ല. നിങ്ങൾ ഇനി അറിഞ്ഞിരിക്കണം, ഒരു കോൺകേവിന്റെ കേസിൽ യഥാർത്ഥ പ്രതിബിംബം വസ്തു വെക്കുന്ന അതേ ഡയറക്ഷനിലായിരിക്കും, അതേ ദിശയിലായിരിക്കും കിട്ടുന്നത്. അതായത് ഇവിടെ നോക്കിയേ, നമ്മൾ വസ്തുവിനെ വെച്ചിരിക്കുന്നത് നമ്മുടെ ദർപ്പണത്തിന് മുന്നിലല്ലേ, ഇതല്ലേ ദർപ്പണം നമ്മുടെ, അതിന്റെ മുന്നിലായിട്ട് നമ്മൾ വസ്തുവിനെ വെച്ചു. അങ്ങനെ വസ്തുവിനെ വെക്കുമ്പം എനിക്ക് കിട്ടുന്ന പ്രതിബിംബം നോക്കിയതാണ് ഞാൻ അവിടെ പ്രതിബിംബമായിട്ട് കൊടുത്തത്. ഈ പ്രതിബിംബം എന്താ, വസ്തു വെക്കുന്ന അതേ സൈഡിലായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വസ്തു ഞാൻ ഈ സൈഡിൽ വെച്ചു, എനിക്ക് പ്രതിബിംബം അതേ സൈഡിൽ കിട്ടി. എന്നാൽ മിഥ്യാ പ്രതിബിംബമാണെങ്കിൽ ഞാൻ വസ്തുവിനെ ഇവിടെ വെക്കുന്നു, വസ്തുവിനെ വെക്കുന്ന എതിർ സൈഡിലായിരിക്കും എനിക്ക് പ്രതിബിംബം കിട്ടുന്നത്. ഇവിടെയോ മറ്റോ ആയിരിക്കും എനിക്ക് എന്ത് കിട്ടുന്നത്, പ്രതിബിംബം കിട്ടുന്നത്. ഇത് നേരെയുള്ള പ്രതിബിംബം, ഇത് ഞാൻ തലതിരിഞ്ഞ പ്രതിബിംബം അങ്ങനെ കൊടുത്തേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, യഥാർത്ഥ പ്രതിബിംബമാണെങ്കിൽ നമ്മൾ ഏത് സൈഡിലാണോ വസ്തു വെക്കുന്നത്, ആ വസ്തു വെക്കുന്ന അതേ സൈഡിലായിരിക്കും പ്രതിബിംബം ഉണ്ടാവുന്നത്. ഓക്കെ, എന്നാൽ നമ്മളിപ്പോൾ എടുക്കുന്നത്, നമുക്ക് കിട്ടുന്നത് ഒരു മിഥ്യാ പ്രതിബിംബമാണെങ്കിൽ വസ്തു വെക്കുന്നതിന്റെ എതിർ സൈഡിലായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, പ്രതിബിംബം കിട്ടുന്നത്. വസ്തു വെക്കുന്നതിന്റെ എതിർ സൈഡിലായിരിക്കും നമുക്ക് പ്രതിബിംബം കിട്ടുന്നത്. ഇനി അറിഞ്ഞിരിക്കുക, കോൺവെക്സിൽ എപ്പോഴും എല്ലായ്പ്പോഴും നമുക്ക് കിട്ടുന്നത് മിഥ്യാ പ്രതിബിംബമാണ്. കോൺവെക്സ് ദർപ്പണത്തിൽ കിട്ടുന്ന പ്രതിബിംബം എന്തായിരിക്കും, മിഥ്യാ പ്രതിബിംബം ആയിരിക്കും. മനസ്സിലായോ?
കോൺകേവ് ദർപ്പണത്തില് നമുക്ക് യഥാർത്ഥ പ്രതിബിംബവും കിട്ടും, മിഥ്യാ പ്രതിബിംബവും കിട്ടും. യഥാർത്ഥ പ്രതിബിംബം എവിടെയാ കിട്ടുന്നത്? യഥാർത്ഥ പ്രതിബിംബത്തിന്റെ കേസിൽ നമ്മുടെ വസ്തുവും പ്രതിബിംബവും ഒരേ സൈഡിലായിരിക്കും. വസ്തു വെക്കുന്ന അതേ സൈഡിലാണ് പ്രതിബിംബം കിട്ടുന്നത്. എന്നാൽ മിഥ്യ ആണെങ്കിൽ, കോൺകേവിന്റെ കേസിൽ മിഥ്യാ പ്രതിബിംബം ആണെങ്കിൽ വസ്തു വെക്കുന്നതിന്റെ എതിർ ദിശയിലായിരിക്കും. വസ്തു ഏത് സൈഡിലാണോ വെക്കുന്നത് അതിന്റെ എതിർ സൈഡിലായിരിക്കും നമുക്കൊരു പ്രതിബിംബം കിട്ടുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നോക്കിയേ, കോൺവെക്സ് ദർപ്പണം എല്ലായ്പ്പോഴും മിഥ്യാ പ്രതിബിംബമാണ് നൽകുന്നത്. കോൺവെക്സ് ദർപ്പണം എല്ലായ്പ്പോഴും നമുക്ക് തരുന്നത് മിഥ്യാ പ്രതിബിംബമാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ 10 സെന്റിമീറ്റർ അകലെ നമ്മൾ ഒരു വസ്തു വെച്ചു. അതിന്റെ യഥാർത്ഥ പ്രതിബിംബം, അപ്പൊ അതാ നോക്കിയേ, കോൺകേവിൽ നമ്മൾ ഇപ്പൊ കണ്ടതേ ഉള്ളൂ. യഥാർത്ഥ പ്രതിബിംബം എവിടെയാ ഫോം ചെയ്യുന്നത്? വസ്തു എവിടെയാണോ വെക്കുന്നത് അതേ ഡയറക്ഷനിലായിരിക്കും. ഇപ്പൊ നമ്മൾ വസ്തുവിനെ ഇവിടെ വെച്ചു, അപ്പൊ ഈ ദിശയിൽ തന്നെ ആയിരിക്കും എന്തോ ഉണ്ടാവുന്നത്? പ്രതിബിംബം ഉണ്ടാവുന്നത്. പ്രതിബിംബം എവിടെയാ ഉണ്ടാവുന്നത്? 40 സെന്റിമീറ്റർ അകലെ. അപ്പൊ ഇത്രയും 10. അപ്പൊ ഞാൻ എന്താ ഈ ലൈൻ നീട്ടി വരയ്ക്കുന്നു. ഇനി ഇവിടെ ഒരു 30 സെന്റിമീറ്റർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ 10ഉം 30ഉം കൂടെ കൂട്ടുമ്പോൾ മൊത്തം എത്ര ഉണ്ട്? 40 ഉണ്ട്. ഇത്രയും ദൂരം 30ആണ്, ഇത്രയും ദൂരം 10ആണ്. അപ്പൊ 10ഉം 30ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര? 40 അല്ലേ? 40 സെന്റിമീറ്റർ അകലെയാണ് എന്തുണ്ടായത്? പ്രതിബിംബം. നിങ്ങൾ ആലോചിക്കുക, യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും തല കീഴായതാണ്. ഇത് 10ാം ക്ലാസ്സിന്റെ ഒരു ചാപ്റ്റർ ആണ്, അതുകൊണ്ടായിരിക്കാം പലർക്കും ഒരു ഡിഫിക്കൽട്ടി തോന്നും. മനസ്സിലാക്കി വെക്കുക, മനസ്സിലാക്കിയാൽ എളുപ്പമാണ്. 10th ഒരു ചാപ്റ്ററിലോട്ട് പോയേക്കുവാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയേ, യഥാർത്ഥ പ്രതിബിംബം ആണെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും തല കീഴായതാണ്. യഥാർത്ഥ പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും? തല കീഴായിട്ടായിരിക്കും, തല തിരിഞ്ഞ് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ അറിയണം, മിഥ്യാ പ്രതിബിംബം നേരെയായിരിക്കും. അതായത് മിഥ്യാ പ്രതിബിംബം നേരെയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, താണ്ടെ മിഥ്യാ പ്രതിബിംബം ആയതുകൊണ്ടാണ് ഇവിടെ നേരെ കിട്ടിയത്. യഥാർത്ഥ പ്രതിബിംബം ആയതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യൂ? തല തിരിഞ്ഞേ ഇരിക്കൂ. ഓക്കെ, അത് നോക്കി വെക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിയേ, 40 സെന്റിമീറ്റർ അകലെ നമുക്ക് എന്ത് കിട്ടണം? പ്രതിബിംബം കിട്ടണം. അത് യഥാർത്ഥമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? തല തിരിഞ്ഞായിരിക്കണം. ഇവിടെ 10, ഇത്രയും 30. അപ്പൊ മൊത്തം കൂട്ടുമ്പോൾ ഇവിടെ 40 ഈ ഒരു പോയിന്റിലല്ലേ? അപ്പൊ ഈ ഒരു പോയിന്റ് നമുക്കൊരു തല തിരിഞ്ഞ പ്രതിബിംബം കിട്ടി. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മുടെ വസ്തു, ഇതാണ് നമ്മുടെ പ്രതിബിംബം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരമാണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം, എപ്പോഴും ഓർത്തു വെക്കുക, വസ്തുവിന്റെ ദൂരം. നമ്മൾ എപ്പോഴും വസ്തുവിന്റെ ദൂരം പറയേണ്ടത്, നമ്മൾ എടുക്കുന്ന ദർപ്പണമില്ലേ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ദർപ്പണത്തിന് നമ്മൾ എടുത്ത ദർപ്പണം എന്താ? ഇതാണ് നമ്മുടെ ദർപ്പണം, ഇതാണ് അല്ലെ? അപ്പൊ ഈ ദർപ്പണത്തിന്റെ എല്ലാ ദർപ്പണങ്ങൾ എടുത്താലും, ഇപ്പൊ ഒരു കോൺകേവ് എടുത്താലും ഒരു കോൺവെക്സ് എടുത്താലും, ഈ ദർപ്പണത്തിന് ഒരു കേന്ദ്രം കാണുമല്ലോ. നമ്മൾ എടുക്കുന്ന ആ ദർപ്പണത്തിന്റെ ഒരു കേന്ദ്ര പോയിന്റ് കാണുമല്ലോ. ഇപ്പൊ ഈ ഒരു ദർപ്പണം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിന്റെ കേന്ദ്ര പോയിന്റ്. ഈ കേന്ദ്ര പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൾ. എന്തെന്ന് വിളിക്കും? പോൾ എന്ന് വിളിക്കും. അപ്പൊ ദർപ്പണത്തിന്റെ കേന്ദ്രമാണ് പോള്. ഓക്കെ, ഇതാണ് ദർപ്പണത്തിന്റെ കേന്ദ്രം. ഇതിനെ നമുക്ക് പോൾ എന്ന് വിളിക്കാം. ദർപ്പണത്തിന്റെ കേന്ദ്രം പോള്. പോളിൽ നിന്നും നമ്മുടെ വസ്തു വരെയുള്ള ദൂരത്തെയാണ് നമ്മൾ യു എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓർത്തു നോക്കുക, പോള് മുതൽ വസ്തു വരെയുള്ള ദൂരമാണ് യു. പോള് മുതൽ വസ്തു വരെയുള്ള ദൂരം യു ആണ്. പോള് മുതൽ പ്രതിബിംബം വരെയുള്ള ദൂരം വി. സോ പോള് മുതൽ വസ്തു വരെയുള്ള ദൂരം, പോളിൽ നിന്നും വസ്തു വരെയുള്ള ദൂരം യു ആണ്.
പോളിൽ നിന്നും വസ്തു വരെയുള്ള ദൂരം പോളിൽ നിന്നും പ്രതിബിംബം വരെയുള്ള ദൂരം v ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഇവിടെ നോക്കിയേ, പോളിൽ നിന്നും വസ്തു ഇതല്ലേ, അപ്പൊ വസ്തു വരെയുള്ള ദൂരം ഈ 10 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ ഈ 10 സെന്റിമീറ്ററിന് നമുക്ക് എന്ത് കൊടുക്കാം? u എന്ന് കൊടുക്കാം. ഇനി നോക്കിയേ, പോളിൽ നിന്നും പ്രതിബിംബം വരെയുള്ള ദൂരം നോക്കിയേ, പോള് മുതൽ പ്രതിബിംബം വരെ എത്രയുണ്ട്? 30ഉം 10ഉം കൂടെ കൂട്ടണ്ടേ. പോള് മുതൽ ഇവിടം വരെ 10 ഉണ്ട്, പ്രതിബിംബം വരെ ആകുമ്പോൾ 30 ഉണ്ട്. അപ്പൊ 10ഉം 30ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 40. അപ്പൊ നമുക്ക് u എന്ന് പറയുന്നത് 10 കിട്ടി, v എന്ന് പറയുന്നത് 40 കിട്ടി. മനസ്സിലായോ? പോളിൽ നിന്നും വസ്തു വരെ 10 ഉള്ളൂ. ഓക്കെ, പോളിൽ നിന്നും പ്രതിബിംബം വരെ 30ഉം ഉണ്ട് 10ഉം ഉണ്ട്, കൂട്ടുമ്പോൾ എത്ര കിട്ടും? 40. ഇനി നമ്മൾ സൈൻ കൊടുക്കണം. നിങ്ങൾ എപ്പോഴും ഓർക്കുക, പോളിൽ നിന്നും ഇടത്തോട്ടുള്ള റീഡിങ്ങുകൾ എപ്പോഴും നെഗറ്റീവാണ്. പോളാണോ ഇങ്ങോട്ടാണോ നമുക്ക് റീഡിങ് നോക്കുന്നത്, അതെല്ലാം നെഗറ്റീവാണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, പോളിൽ നിന്നും ഇടത്തോട്ടല്ലേ നമ്മൾ u പറയുന്നത്, അതുപോലെ തന്നെ പോളിൽ നിന്നും ഇടത്തോട്ടല്ലേ നമുക്ക് vയും കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഇവർക്ക് രണ്ടുപേർക്കും നെഗറ്റീവ് സിമ്പിൾ കൊടുക്കാം. മനസ്സിലായോ? പോളിൽ നിന്നും ഇടത്തോട്ടുള്ള റീഡിങ്ങുകളെല്ലാം തന്നെ നെഗറ്റീവ് ആയിരിക്കും. ഇനി പോളിൽ നിന്നും വലത്തോട്ടുള്ളത് നോക്കിയേ, വലത്തോട്ടുള്ള റീഡിങ്ങുകൾ പോസിറ്റീവ് ആയിരിക്കും. ഓർത്തു വെക്കുക, പോളിൽ നിന്നും ഇടത്തോട്ടല്ലേ ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്, യുവും വിയും കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് നെഗറ്റീവ് ആണ്. ഇനി പോളിൽ നിന്നും വലത്തോട്ടാണെങ്കിൽ അതെന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് യുവും കിട്ടി, വിയും കിട്ടി. അപ്പൊ നമ്മൾ ഇനി ദർപ്പണവുമായി ബന്ധപ്പെട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്, അതിനെ നമ്മൾ മിറർ ഇക്വേഷൻ എന്നാണ് കേട്ടോ പറയുന്നത്. മിറർ ഇക്വേഷൻ നമ്മൾ കോൺകേവ് ദർപ്പണമായിക്കോട്ടെ കോൺവെക്സ് ദർപ്പണമായിക്കോട്ടെ രണ്ടിനും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് മിറർ ഇക്വേഷൻ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയും ദർപ്പണ സമവാക്യം. അത് അറിഞ്ഞിരിക്കണം. ദർപ്പണ സമവാക്യം എന്ന് പറയുന്നത് 1/f = 1/v + 1/u. ഇതാണ് ദർപ്പണ സമവാക്യം. 1/f എന്ന് പറയുന്നത് 1/v + 1/u ആണ്. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾ നോക്കിയേ, യുവിന്റെ വാല്യൂ എത്രയാണ്? -10 ആണ്. -10 സെന്റിമീറ്റർ. വിയുടെ വാല്യൂ നോക്കിയേ, -40 സെന്റിമീറ്റർ. യുവും കിട്ടി, വിയും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/vയുടെ വാല്യൂ ആ മൈനസ് നമ്മൾ അതുപോലെ കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ആൻസർ റോങ് ആയി പോകും. -40 + 1/-10. ഓക്കെ, 1/-40. നമുക്ക് ഈ മൈനസ് എടുത്ത് മുന്നിൽ കൊടുക്കാം. -1/40. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മുന്നിൽ കൊടുക്കാം. -1/10. ഓക്കെ, അപ്പൊ രണ്ട് ഫ്രാക്ഷനുകളാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ പറഞ്ഞാലും അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാനും പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ആദ്യം ചെയ്യണം. അപ്പൊ ഇതാ നോക്കിയേ, 10നെ -1 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, പിന്നെ സിമ്പിൾ മൈനസ് അല്ലേ, അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഈ 1നെ 40 കൊണ്ട് ഗുണിക്കുക. ഓക്കെ അല്ലേ? എന്ത് ചെയ്തു? -1നെ 10 കൊണ്ട് ഗുണിച്ചു, 40നെ -1 കൊണ്ട് ഗുണിച്ചു, ബൈ. ഇനി ഇവരെ തമ്മിൽ ഗുണിക്കണം, ഇവരുടെ ഡിനോമിനേറ്ററുകളെ തമ്മിൽ ഗുണിക്കുക. 40 × 10. അപ്പൊ മുകളിൽ എന്ത് കിട്ടും? 10 × -1 -10, 40 × -1 -40, ബൈ 40 × 10. 40നെ 10 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 40 എഴുതുക, പിന്നെ ഈ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുക, 400. അപ്പൊ മുകളിൽ നോക്കിയേ, -10ഉം -40ഉം ആഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 10ഉം 40ഉം ആഡ് ചെയ്തിട്ട് മൈനസ് സിമ്പിൾ കൊടുക്കുക. 10ഉം 40ഉം ആഡ് ചെയ്യുമ്പം 50 കിട്ടും. മൈനസ് സിമ്പിൾ കൊടുക്കുമ്പം -50/400. ഓക്കെ, ഇപ്പൊ രണ്ടിടത്തും 0 ഉണ്ട്, വെട്ടിക്കളയാം. -5/40. 40നെയും 5നെയും വെട്ടിയാന്ന് നോക്കിയേ, എത്ര? 5 8 അല്ലേ 40. 40നെ 5 × 8 എന്ന് എഴുതാം.
ഈ 5 വെട്ടിപ്പോവും. പിന്നെ എന്ത് കിട്ടും? -1/8. അപ്പൊ അതാ നോക്കിയേ, നമ്മൾ കണ്ടെത്തുന്നത് ഇപ്പൊ നമുക്ക് കിട്ടിയത് 1/f ആണ്. 1/f -1/8 ആണ്. അപ്പൊ ഇതൊന്ന് തലതിരിച്ചെഴുതിയേ, രണ്ട് സൈഡിലും തലതിരിച്ചെഴുതിയേ. f/1 എന്ന് പറയുന്നത് -8/1. f/1 എന്ന് പറഞ്ഞാൽ f ആണ്. -8/1 എന്ന് പറഞ്ഞാൽ -8 ആണ്. ഫോക്കൽ ദൂരത്തിന്റെ വാല്യൂ എത്ര കിട്ടി? -8 സെന്റിമീറ്റർ. നിങ്ങൾ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് ഒരു മൈനസ് വന്നില്ലേ? അതിനർത്ഥം കോൺകേവ് ആണ്. നമുക്ക് ഉത്തരം ഒന്നും കൂടി ഉറപ്പിക്കാം. കോൺകേവ് ദർപ്പണത്തിന് എപ്പോഴും ഫോക്കൽ ദൂരം നെഗറ്റീവ് ആണ്. ഓർത്തു വെക്കണം. നമുക്ക് കോൺകേവ് ദർപ്പണമാണോ ഫോക്കൽ ദൂരം നെഗറ്റീവ് ആയിരിക്കും. ഇനി നിങ്ങൾ എടുക്കുന്നത് ഒരു കോൺവെക്സ് ദർപ്പണമാണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. ഇവിടെ നമുക്കിപ്പോൾ മൈനസ് കിട്ടാൻ കാരണം എന്താ? ക്വസ്റ്റ്യനിൽ നമ്മൾ ഒരു കോൺകേവ് ദർപ്പണമാണ് കേട്ടോ പറഞ്ഞേ. അതാ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കോൺകേവ് ദർപ്പണമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ആൻസർ മൈനസേ വരും. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഒക്കെ തന്നെ ഇപ്പം തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. കാരണം കോൺകേവ് ദർപ്പണമാണോ, എപ്പോഴും കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കൽ ലെങ്ത് നെഗറ്റീവ് ആയിരിക്കും. ഇപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എത്ര? -8 സെന്റിമീറ്റർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് BFAയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വസ്റ്റ്യന്റെ ലെവൽ എത്രത്തോളം ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ദാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യനും ഒപ്റ്റിക്കൽ ഫൈബറുമായിട്ട് ബന്ധപ്പെട്ട് 10th, കാരണം ഇപ്പോഴത്തെ 10th ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 8ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു. പിന്നീട് നമ്മൾ 10th തന്നെ അല്പം കൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നു. അപ്പം റീസെന്റ് ആയിട്ട് നടക്കുന്ന BFA എക്സാമിനൊക്കെ അല്പം കൂടി ലെവൽ കൂടിയ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. മെയിൻലി SCERT ഫോക്കസ് ചെയ്ത് നന്നായിട്ട് പോർഷൻസ് കവറപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ?